അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിലെ 26ാമത്തെ ഭാഗമാണ് നിങ്ങളിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടെ കേട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരത്തിൽ വരുന്ന പല മസാലകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. ഫാത്തിഹയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം ഫാത്തിഹയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മഅ്മൂം ഫാത്തിഹ ആരംഭിക്കുക, ഫാത്തിഹയിൽ പ്രവേശിക്കുക എന്നത് ഖിറാഅത്താണ്. അത് ഉറക്കെ ഓതുന്ന നമസ്കാരത്തിലും പതുക്കെ ഓതുന്ന നമസ്കാരത്തിലും ഖിറാഅത്ത് തന്നെയാണ്. രണ്ട് കാരണമാണ് അതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇമാമിന്റെ മുമ്പ് ഒരാൾ ഫാത്തിഹ ആരംഭിച്ചാൽ അവന്റെ ഫാത്തിഹ എണ്ണപ്പെടുമോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ട്, ഇമാമിന്റെ മുമ്പ് ഫാത്തിഹ ഓതി തീർന്നാൽ ബാത്തിലാകും എന്ന ഒരു കൗലുണ്ട്. ഈ രണ്ട് കാരണം കൊണ്ട് ഇമാം ഫാത്തിഹ ആരംഭിക്കുന്നതിന് മുമ്പ് മഅ്മൂം ഫാത്തിഹ ആരംഭിക്കൽ ഖിറാഅത്താകുന്നു. അപ്പൊ നമ്മള് നമസ്കാരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഖിറാഅത്ത് പോകുന്നതും ഒരു സുന്നത്ത് നമുക്ക് ലഭിക്കുന്നതും. ഇനി തനിച്ച് നിസ്കരിക്കുന്ന വ്യക്തി അതേ പ്രകാരം തന്നെ ഇമാം ഇവർക്ക് മഗ്രിബ് നമസ്കാരത്തിൽ ചെറിയ സൂറത്ത് അഥവാ വള്ളുഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള സൂറത്തും സുബ്ഹി ളുഹർ പോലെയുള്ള നമസ്കാരത്തിൽ വലിയ സൂറത്ത് അഥവാ ഹുജറാത്ത് മുതൽ അമ്മ വരെയുള്ള സൂറത്തും ഓതൽ സുന്നത്തുണ്ട്. ഏതാണ് വലിയ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിവാനുൽ മുഫസ്സൽ എന്നാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും അമ്മ മുതൽ ളുഹ വരെയാണ് മധ്യമായ സൂറത്ത്. മധ്യമായ സൂറത്താണ് അസ്ർ ഇശാ നമസ്കാരങ്ങളിൽ ഓതേണ്ടത്. അപ്പൊ മഗ്രിബ് നമസ്കാരത്തിൽ വള്ളുഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയും സുബ്ഹി ളുഹർ എന്നതിൽ തിവാൽ അഥവാ ഹുജറാത്ത് മുതൽ അമ്മ വരെയും അസ്ർ ഇശാ നമസ്കാരത്തിൽ അമ്മ മുതൽ വള്ളുഹ വല്ലൈലി വരെയുമാണ് ഓതേണ്ടത് എന്നാണ്. സർക്കാവി പോലെയുള്ള കിതാബിൽ കാണാം തിവാൽ എന്നതിന് ഹുജറാത്ത്, ഇഖ്തറബ, അർ-റഹ്മാൻ പോലെയുള്ള ആ സൂറത്തിന്റെ അത്ര ഉള്ള സൂറത്തും, മധ്യമായത് എന്ന് പറഞ്ഞാൽ വശംസി വല്ലൈലി പോലെ അതേ വലുപ്പത്തിലുള്ള സൂറത്തുകളും, ചെറിയ സൂറത്ത് ഖിസാർ എന്ന് പറഞ്ഞാൽ വൽ അസ്രി ഇഖ്ലാസ് പോലെയുള്ള സൂറത്തുമാണ് എന്നും അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. ഏതായിരുന്നാലും വലിയ സൂറത്ത് ഓതുക എന്ന് പറഞ്ഞതും മധ്യമായ സൂറത്ത് ഓതുക എന്ന് പറഞ്ഞതും സുന്നത്തുള്ളത് തനിച്ച് നിസ്കരിക്കുന്ന വ്യക്തിക്കാണ്. ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ചെറിയ സൂറത്താണ് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഓതേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന ആളുടെ മഅ്മൂമീങ്ങളെ ക്ലിപ്തമായ മഅ്മൂമീങ്ങളാണെങ്കിൽ അതോടുകൂടെ വാക്കാൽ അവരിൽ നിന്ന് സമ്മതം ലഭിക്കുകയും ചെയ്താൽ
നമ്മള് അവർക്ക് ഇഷ്ടമായിരിക്കുമെന്ന് കരുതി ഓതാൻ പറ്റുകയില്ല. അവരോട് ചോദിച്ചിട്ട് അവരിൽ നിന്ന് വാക്കാൽ സമ്മതം കിട്ടിയാൽ. മത്റൂക്കല്ലാത്ത പള്ളിയുമാണെങ്കിൽ, അഥവാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പൂട്ടിയിടുന്ന പള്ളിയാണ്, ഈ നിസ്കരിക്കുന്ന ആളുകളല്ലാതെ മറ്റാരും അവര് ആ നിസ്കാരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വരാത്ത ഒരു പള്ളിയാണ്, ഇങ്ങനെയാണെങ്കിൽ ഉമൂമിങ്ങളാൽ വാക്കുകൊണ്ട് തന്നെ സമ്മതം കിട്ടുകയും ചെയ്താൽ, ഉമൂമിങ്ങളെല്ലാം സ്വതന്ത്രരുമാണെങ്കിൽ, അഥവാ അടിമകളെ കൂട്ടത്തിലില്ല, അതേ പ്രകാരം വിവാഹിതയായ സ്ത്രീകളും ഉമൂമിങ്ങളുടെ കൂട്ടത്തിലില്ല, അതേ പ്രകാരം ജോലിക്ക് വേണ്ടി വന്ന ആളുകളെ കൂട്ടത്തിലില്ല, ജോലിന്റെ അടിയിൽ നിസ്കരിക്കാൻ വന്നവർ, ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇമാമിന് വലിയ സൂറത്തും മധ്യമായ സൂറത്തും ഓതൽ സുന്നത്തുള്ളത്. അല്ലെങ്കിൽ, അഥവാ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെയുള്ള 99% പള്ളികളിലും വലിയ സൂറത്ത് ഓതൽ സുന്നത്തിൽ ഖിസാർ മാത്രമേ ഓതാൻ പറ്റുകയുള്ളൂ എല്ലാ നിസ്കാരത്തിലും. അപ്പൊ വിവാഹിതയായ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെ സമ്മതം കിട്ടണം വലിയ സൂറത്ത് ഓതാൻ. അടിമകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സയ്യിദിന്റെ സമ്മതം കിട്ടണം. ജോലിക്ക് വേണ്ടി വന്ന ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് വിളിച്ച ആളുടെ ഉടമസ്ഥന്റെ സമ്മതം കിട്ടണം. ഈ പറഞ്ഞ നിബന്ധനയൊന്നും ഇല്ലെങ്കിൽ ചെറിയ സൂറത്തിന്റെ മേലിൽ ചുരുക്കൽ സുന്നത്തും അതിന്റെ എതിര് ചെയ്യൽ ഖിറാഅത്തുമാണ്. വലിയ സൂറത്ത് സംസ്കാരത്തിന് ഇമാം വന്നിട്ട് അമ്മ യതസാഅലൂൻ ഓതൽ ഖിറാഅത്താണെന്ന് മാത്രമല്ല, ഇത് ജമാഅത്തുമായി ബന്ധപ്പെട്ട ഖിറാഅത്തായതുകൊണ്ട് ജമാഅത്തിന്റെ ഫളീലത്ത് തന്നെ നഷ്ടപ്പെടുന്നതാണ്. ഇമാമിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുഹഫ ഭാഗം 2 പേജ് 58 ശർവാനി സഹിതം നോക്കിയ വ്യക്തമായി ഇത് കാണാൻ. മറ്റ് കിതാബുകളിലെല്ലാം വിവരിച്ചിട്ടുണ്ട്. ആളുകളുടെയും നമ്മുടെയും ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇമാമിന് നല്ല മനപ്പാടമുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി വലിയ സൂറത്തുകൾ ഇമാമത്ത് നിന്നുകൊണ്ട് ഓതരുത് എന്നാണ് ഈ പറയുന്നത്. അതേസമയം നമുക്ക് വലിയ സൂറത്ത് ഓതണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത്, നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ വലിയ സൂറത്ത് ഓതാം. അപ്പൊ ഏറ്റവും ചെറുതോതുകയും പള്ളിയിലെ ഇമാമാകുമ്പോ ഏറ്റവും വലിയ സൂറത്ത് ഓതുകയും ചെയ്യുന്ന രീതി കൊണ്ട് ജമാഅത്തിന്റെ പ്രതിഫലം തന്നെ നഷ്ടപ്പെടും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ഈ ചാനൽ വളരെയധികം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവരിൽ പലരും കമന്റിലൂടെയും മറ്റും പ്രാർത്ഥന വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. പ്രയാസങ്ങളുള്ള പലരും പ്രാർത്ഥന വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കട്ടെ. വിജയികളിൽ നാം എല്ലാവരെയും അവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത് കേട്ടാൽ ഒരു ലൈക്ക് നൽകണമെന്നും കമന്റ് രേഖപ്പെടുത്തണമെന്നും മറ്റുള്ളവരിലേക്ക് ഇത് നിങ്ങൾ കൈമാറണമെന്നും പ്രത്യേകം ഉണർത്തുകയാണ്. ഒരറിവ് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ പ്രതിഫലം ഇത് അറിയാത്ത ഒരാളിലേക്ക്, ഒരു സാധാരണക്കാരനിലേക്ക് നിങ്ങൾ കൈമാറിയാൽ ലഭിക്കും എന്ന് ഉണർത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.